ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. മിസ്സിന്റെ പേര് വർണിത എന്നാണ്. സോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. ഓക്കെ, കടവ് എന്നാണ് അത് എഴുതുക എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് കണ്ടാവു എന്നുള്ളതാണ്. എടാ, നമ്മുടെ ലോകത്തില് ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ സ്ഥലത്തും പല പല രീതിയിലുള്ള കഥകളും അതിനെ ചുറ്റിപ്പറ്റിയ ഒരുപാട് ആചാരങ്ങൾ അല്ലെ, ഒരുപാട് ഇങ്ങനെ ലെജൻസ് ഉണ്ടാവും അല്ലെ, പല പല ഇങ്ങനെ വിശ്വാസങ്ങളും കഥകളും മിത്തുകളും ഉണ്ടാവും. അതിനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് റിച്വൽസ് ഉണ്ടാവും അല്ലെ, റിച്വൽസ് അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുപോലെ ലോകത്തിന്റെ വേറെ ഏതോ ഒരു കോണിലുള്ള ഫിജി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഗ്രൂപ്പ്, ഓക്കെ, ഫിജി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഗ്രൂപ്പിലുള്ള നിങ്ങളിപ്പോ ഈ ഒരു ഇമേജ് നോക്കിയേ, ഈ ഐലൻഡ് ഗ്രൂപ്പിൽ ഇവിടെ കണ്ടോ, കടാവു എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടോ? യെസ്, കടാവു എന്ന് പറയുന്ന ആ ഒരു ഐലൻഡില് അവിടുത്തെ ആൾക്കാര് വിശ്വസിച്ച് പോരുന്ന, അതായത് അവര് ഒരുപാട് വർഷങ്ങളായിട്ട് വിശ്വസിച്ച് പോരുന്ന, ഒരുപാട് കാലങ്ങളായിട്ട് അവര് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ആചാരത്തിനെയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു കഥേനെയും കുറിച്ചിട്ടുള്ള, ഒരു ലെജൻഡിനെയും കുറിച്ചിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മളുടെ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പൊ മക്കളെ, നമുക്ക് ക്രിസ്മസ് എക്സാമിന്റെ സമയത്ത് ഇപ്പൊ ലെസൺസ് ഒന്നായിട്ട് വായിച്ചു കഴിയാന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിരിക്കും, പെട്ടെന്ന് പഠിക്കാന്നുള്ള അല്ലേ. സോ മിസ് എന്ന് വന്നിട്ടുള്ള അതിന്റെ ഒരു സമ്മറി ആയിട്ടാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനുണ്ടെങ്കിൽ അത് എന്തായാലും കമന്റ് ആയിട്ട് നിങ്ങൾ പറയുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടിവിറ്റീസിന് കൂടുതൽ വേണമെന്നില്ല, അതൊക്കെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ഇടണം കേട്ടോ. ഓക്കേടാ, സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണം, നമ്മുടെ ലെസണിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, നമ്മുടെ കണ്ടാവു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം കണ്ടു, ഫിജി ഐലൻഡ്. അവിടെ ഒരുപാട് ടൂറിസം ഒക്കെ ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കേട്ടോ ഈ പറഞ്ഞ ഫിജി എന്ന് പറയുന്നത്, ഐലൻഡ് ഗ്രൂപ്പ് ആണ്. സോ നോക്കിയിടാ, ദ ചാപ്റ്റർ ഇസ് അഡാപ്റ്റഡ് ഫ്രം എ ഫിജിയൻ ലെജൻഡ്. ഓക്കെ, ഒരു ഫിജിയൻ ഇതിഹാസത്തിൽ നിന്നിട്ടുള്ള അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ ലെസൺ. ഇറ്റ് ടോക്സ് അബൌട്ട് ദ സീക്രട്ട് സീ ടേർട്ടിൽസ് ഓഫ് കണ്ടാവു and the ritual performed by the maidens of Namuana village to bring them to the surface of the bay. So ഇതെന്ന് പറഞ്ഞാൽ എന്താണ്ടാ, നമുവാന എന്ന് പറഞ്ഞ കണ്ടാവു എന്ന് പറഞ്ഞാൽ ഐലൻഡിലെ നമുവാന എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് നമുവാന എന്നാണ് ആ ഒരു ഗ്രാമത്തിന്റെ പേര്. ആ ഗ്രാമത്തിലുള്ള ലേഡീസ് അവരെ ഒരു പ്രത്യേക തരം പ്രാർത്ഥന ചൊല്ലിയിട്ട് ടേർട്ടിൽസിനെ, ആമകളെ, കടലാമകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരും, അവർക്ക് ഫീഡിങ് ചെയ്യുകയൊക്കെ ചെയ്യും, അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. സോ അല്ലെങ്കിൽ ആ ഒരു ആമകളെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരൊരു ചാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന, ഒരു മന്ത്രോച്ചാരണം എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രോച്ചാരണം ഉരുവിട്ടിട്ട് അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ആമകളെ കരയ്ക്ക് കൊണ്ടുവരിക എന്നൊരു പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. സോ അതിനെ കുറിച്ചുള്ള ഒരു ലെസൺ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുവാന എന്നാണ് ആ വില്ലേജിന്റെ പേര്. The legend goes back to the story of a mother and a daughter who were transformed into turtles by the sea gods to save them from the cruel warriors of a neighboring village. So ഇതിന്റെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു അമ്മയും മകളും, ആ അമ്മയും മകൾ ആരാന്നൊക്കെ നമുക്ക് പറയാം. ആ അമ്മയും മകളും ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു വിശ്വാസമാണ് കേട്ടോ, അവരെ തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ ആക്രമിക്കാൻ വന്ന സമയത്ത് അവരെ സീ ഗോഡ്സ്, കടലിന്റെ ദേവതകള് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ടേർട്ടിൽസ് ആക്കി മാറ്റി. ആ ടേർട്ടിൽസിന്റെ പരമ്പരകളാണ് ഇപ്പോഴും അവിടേക്ക് എങ്ങനെ ജീവിച്ചുകൊണ്ട് പോരുന്നത്. സോ ആ ഒരു വിശ്വാസത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതും. ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ശരിക്കും ഈ ആമകൾ എന്ത് ചെയ്യുന്നുണ്ട്, കരയ്ക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കരയ്ക്ക് മകളിലേക്ക് വരികയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, സോ ഇതിന്റെ ഒരു ലൊക്കേഷനും സെറ്റിംഗും ഒക്കെ എവിടെയാണെടാ, ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ നമുവാന, ദ വില്ലേജ് ഓൺ കടാവു ഐലൻഡ് ഇൻ ഫിജി. ഫിജിയിലുള്ള കടാവു ഐലൻഡിലെ നമുവാന എന്ന് പറയുന്ന വില്ലേജ് എവിടെയാണെടാ, നമുവാന എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. Kadavu is known for its natural beauty with the village located near a bay and surrounded by cliffs and reefs. അതായത് ഒരുപാട് ക്ലിഫും റീഫും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് ഈ പറഞ്ഞ കണ്ടാവു. ഇനി നമുവാന ആൻഡ് സീ ടേർട്ടിൽസ് നോക്കിയടാ, ഓൺ ദി ഐലൻഡ് ഓഫ് കണ്ടാവു ഇൻ ഫിജി, ദ വില്ലേജ് ഓഫ് നമുവാന is situated at the foot of a beautiful bay beside the government station of Vanisi Harbour. അതായത് ഒരു ഹാർബറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു കടലോര പ്രദേശമാണ് ഈ പറഞ്ഞ നമുവാന എന്ന് പറയുന്നത് കേട്ടോ. Here the island of Kadavu narrows down to an isthmus, and by climbing the hill behind Namuana village one can look out to the sea to the south and the north. അതായത് ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, അവിടുത്തെ ഒരു ഭംഗി, അവിടെ ഒരു എന്താ പറയാ, ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു പോലെയുള്ള, ഓക്കെ, അതായത് ലാൻഡ് ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആൻഡ് അതിനാണ് ആ ഇസ്തമസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ ബിഹൈൻഡ് നമുവാന വില്ലേജ്, അതുപോലെ നമുവാന വില്ലേജിന്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു കുന്നുണ്ട്, ഒരു ഹില്ലുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ one can stand
ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ, ടു ദ സൗത്ത് ആൻഡ് ടു ദ നോർത്ത്. അവിടെ കയറി നിന്നിട്ട് ആ ഒരു കുന്നിന്റെ മേലെ കയറിയിട്ട് സൗത്ത് ഇങ്ങനെ സീന്റെ മേലേക്ക് ഇങ്ങനെ നോക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇത് നമുവാന വില്ലേജ് കേട്ടോ. So the women of Namoana village have a very strange ritual. അപ്പം ആ നമുവാന വില്ലേജിലെ സ്ത്രീകൾക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു റിച്വൽ അവിടെ ഒരു പരിപാടി അവരുടെ ഒരു ആചാരം അവർ നടത്താറുണ്ട്. ദാറ്റ് ഈസ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. അതായത് ഈ കടലിൽ നിന്നും ടേർട്ടിൽസിനെ അവരിങ്ങനെ വിളിച്ചു വരുത്തും. ഇഫ് വൺ വിസിറ്റ്സ് Namoana village to see the turtle calling, one can either sit on the rocks under the bluffs of the beach or climb a rocky track to get a splendid view. So നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ടേർട്ടിൽസിനെ കോൾ ചെയ്യുന്ന ആ ഒരു റിച്വൽ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അവരിങ്ങനെ ഒരു ചാൻഡിങ് ഒരു മന്ത്രോച്ചാരണം നടത്തിയിട്ട് ഈ ഒരു ടേർട്ടിൽസിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള റോക്സിന്റെ പാറകളുടെ മേലേക്ക് കയറിയിരിക്കാം. ബീച്ച് ഓർ ക്ലൈംബ് ഓൺ എ റോക്കി ട്രാക്ട് ടു ഗെറ്റ്. അത് നല്ലൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്കും വേണമെങ്കിൽ ഈ കാഴ്ച കാണാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. എടാ ഈ ലെസൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് എന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടോ മൊവാന എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? മൊവാന എന്ന് പറയുന്ന മൂവി, അതായത് നിങ്ങൾ നമ്മുടെ ഡിസ്നിന്റെ ഒരു മൂവിയാണ് കേട്ടോ. അതിനകത്ത് ഇതേപോലെ തന്നെ ഒരു ഹവായിയൻ ഐലൻഡ് ആണ്, ഫിജി അല്ല ഹവായിയൻ ഐലൻഡ് ആണ്. അവിടെയുള്ള ഇതേപോലെ തന്നെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയും ആ കമ്മ്യൂണിറ്റിയിൽ ഇതേപോലെ ടേർട്ടിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു വിശ്വാസം. ആ കുട്ടിയുടെ ഗ്രാൻഡ്മ ഒരു ടേർട്ടിലായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അവർ മരിച്ചതിന് ശേഷം അവർ ഒരു ടേർട്ടിലായി മാറി എന്നുള്ളതും കടലും പ്രകൃതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ് മൊവാന. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ കണ്ടു നോക്കിയോക്കും. നല്ല രസമുള്ള മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവരാണെന്നെങ്കിൽ മൊവാന കണ്ടു നോക്കൂ. മൊവാനന്റെ പാർട്ട് 2 കൂടെ വരുന്നുണ്ട്. ഇത് മൊവാനന്റെ പ്രൊമോഷൻ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ് മൊവാന. ദെൻ all the maidens of the village of Namoana assemble and sing a strange chant. So അവിടെ എന്താണ്, ആ നാട്ടിലുള്ള പെൺകുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യടാ, ഓഫ് ദ Namoana village assemble and sing a strange chant. ചാൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ചാൻഡ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു മന്ത്രം അവരെല്ലാരും കൂടെ ഒരുമിച്ച്, അതായത് ആ നാട്ടിലുള്ള അല്ലെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ എല്ലാരും കൂടെ ചേർന്ന് നിന്നിട്ട് അവിടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രോച്ചാരണം നടത്തും. ആസ് ദേ ചാൻഡ് giant turtles rise one by one to lie on the surface. അവർ ഈ മന്ത്രോച്ചാരണം നടത്തുന്ന സമയത്ത് വലിയ ടേർട്ടിൽസ്, വലിയ കടലാമകൾ ഇങ്ങനെ അല്ലെ ആ ഒരു കടലിൽ നിന്ന് ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കാണാം. ലിസണിങ് ടു ദ മ്യൂസിക്, പാട്ട് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മന്ത്രോച്ചാരണം കേൾക്കാൻ വേണ്ടി കയറി വരുന്നത് കാണാം. ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. അവിടെ ഒരു കാരണവശാലും ടേർട്ടിൽസിന് വേണ്ടി ഫിഷ് ചെയ്യുക, അതായത് ടേർട്ടിൽസിന് ആമകളെ പിടിക്കുക എന്നുള്ളത് അവിടെ ഫോർബിഡൻ ആണ്. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിലക്കുക എന്നുള്ളതാണ്. സോ അവിടെ അങ്ങനെ വിലക്കിയിട്ടുള്ളതാണ്. അവിടെ ആർക്കും അങ്ങനെ പോയിട്ട് ഫിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിഷിംഗ് മീൻ പിടിക്കാം, പക്ഷെ ടേർട്ടിൽസിനെ പിടിക്കാൻ പറ്റില്ല. If any member of the nearby village of ഏതാണ്ടാ നിയർബൈ വില്ലേജ് നബുക്കെലേവു, ഓക്കെ നബുക്കെലേവു എന്ന് പറഞ്ഞ അടുത്തുള്ളൊരു വില്ലേജ് ഉണ്ട്. ആ നബുക്കെലേവുള്ള ആരെങ്കിലും അവിടെ പ്രസന്റ് ആണ്, ആരെങ്കിലും അവിടെ അടുത്തുണ്ട് എന്നാണെങ്കിൽ then the turtles will not rise to the surface of the bay. അതായത് ഈ പറഞ്ഞ നബുക്കെലേവു എന്ന് പറഞ്ഞ വില്ലേജിലുള്ള ആരെങ്കിലും ഈ ഒരു റിച്വൽ കാണാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുന്നതായിട്ട് ഈ ടേർട്ടിൽസിന് തോന്നിക്കഴിഞ്ഞാൽ അവർ മേലേക്ക് വരില്ല എന്നാ പറയുന്നത്. ഓക്കെ, അവർ ഈ ബേന്റെ മേലേക്ക് വരില്ല, അല്ലെങ്കിൽ അവർ കരയിലേക്ക് വരില്ല. and the turtle calling will have been stopped. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ ടേർട്ടിൽ കോളിംഗ് അവർക്ക് അവിടെ നിർത്തേണ്ടി വരും. സോ ആ നബുക്കെലേവ് എന്ന് പറഞ്ഞ വില്ലേജിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെന്നാണെങ്കിൽ ടേർട്ടിൽസ് മേലേക്ക് പൊങ്ങി വരില്ല എന്നാ പറയുന്നത്. ഇനി യുണീക്ക് ട്രഡീഷൻ, ഈ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഈ ഒരു ട്രഡീഷൻ അല്ല ആചാരം എങ്ങനെ വന്നു നോക്കാം. women of Namoana perform a ritual called the turtle calling. നമ്മൾ പറഞ്ഞല്ലോ, where they sing a special chant to summon the turtles from the sea. കടലിൽ നിന്ന് ഈ കരയിലേക്ക് ഇവരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരു ചാന്റിങ് നടത്തും. turtles rise to the surface of water as if responding to the song. അങ്ങനെ ആ ആൻഷ്യൻ ലെജൻഡ് അല്ലെ, അതിന് ആ ഒരു പുരാതനമായിട്ടുള്ള കഥ എന്താന്ന് നമുക്ക് നോക്കാം. The tradition is based on a legend about a princess. പേര് നോക്കണ്ട, ടിനായ് കൊബോഗ. ഓക്കെ, ആരാണ് ടിനായ് കൊബോഗ എന്ന് പറയുന്ന ഒരു പ്രിൻസസ്. ഓക്കെ, ഒരു രാജകുമാരി അല്ലെങ്കിൽ ഒരു റാണി. ഓക്കെ, ടിനായ് കൊബോഗ എന്നാണ് അവരുടെ പേര്. ആൻഡ് ഹെർ ഡോട്ടർ ആരാണ്ടാ, റോഡാലിസ്. ഓക്കെ, റോഡാലിസും അതേപോലെ തന്നെ ടിനായ് കൊബോഗയും റോഡാലിസും. ടിനായ് കൊബോഗയുടെ മകളാണ് റോഡാലിസ്. സോ ഇവർ രണ്ടുപേരും നമുവാനയിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ രണ്ടുപേരും അവിടെ ജീവിച്ചിട്ടുള്ള രണ്ട് സ്ത്രീകളായിരുന്നു. ദേ ഓഫൻ ഫിഷ് ടുഗെദർ നിയർ ദ റീഫ്സ് ക്ലോസ് ടു ദർ വില്ലേജ്. സോ അവരുടെ ഗ്രാമത്തിന്റെ അടുത്തുള്ള ചെറിയ റീഫുകളിലൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ മീനൊക്കെ പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു മീൻ പിടിച്ച് ഇവർ കുറച്ച് ദൂരത്തേക്ക് എത്തിപ്പോയി. ഓക്കെ, അങ്ങനെ സാധാരണ മീൻ പിടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് അവർ കുറച്ച് ദൂരത്തേക്ക് എത്തിയ സമയത്ത് ഇവരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ള വില്ലേജിലുള്ള ആൾക്കാർ വരികയാണ്.
One day, Tinai Koboga and Rhodalis were fishing far from home. കണ്ടോ ഇവർ രണ്ടുപേരും പാവങ്ങൾ കേട്ടോ. അവർ ഫിഷ് ചെയ്ത് അതിന്റെ രസം കണ്ടിട്ട് കുറച്ചും കൂടെ അവർ സാധാരണ പോകുന്ന ഏരിയയിൽ നിന്ന് വിട്ട് കുറച്ചും കൂടെ ദൂരത്തേക്ക് അങ്ങ് പോയി. When fishermen from the rival village of Nabukelevu, കണ്ടോടാ എന്തുകൊണ്ടാണ് പാവ മാമകൾ വരാത്തത്? നബുക്കലെവുലെ ആളുകള് നബുക്കലെവുലെ കുറച്ച്, അതായത് ഇവരുടെ റൈവൽ വില്ലേജ് ആണ്. റൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, ശത്രു രാജ്യം എന്നുള്ളതാണ് കേട്ടോ. അയൽ രാജ്യമല്ല, ശത്രു രാജ്യമാണ്, അല്ലെങ്കിൽ ശത്രു ഗ്രാമമാണ്. സോ ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാര് എന്ത് ചെയ്തു? ഫിഷർമെൻ, അവിടെയുള്ള കുറച്ച് മീൻപിടുത്തക്കാര് ഇവരെ കണ്ടു. സോ നബുക്കലെവുലുള്ള ഈ കുറച്ച് മീൻപിടുത്തക്കാർ ഇവരെ കണ്ടു ആൻഡ് ഇവരെ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു. ഫിഷർമെൻ ടൈഡ് ദം അപ്പ്. അപ്പൊ ഇവരുടെ തോണിയിൽ നിന്നും പിടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. ഓക്കെ, ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇവരെന്ത് ചെയ്ത് ഈ പറഞ്ഞ നബുക്കലെവുലെ ഫിഷർമെൻ അവരെ പിടിച്ച ഈ നമ്മുടെ ഈ രണ്ട് ലേഡീസിനെയും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? റോഡാലിസിനെയും അവളുടെ അമ്മയായിട്ടുള്ള ടിനൈ കൊബോഗനെ എടുത്തിട്ട് അവരുടെ വള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെ ഇവർ കുറെ കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ ഉപദ്രവിക്കരുതേ എന്നൊക്കെ കരഞ്ഞു പറഞ്ഞു. ഇവർ ഈ കരഞ്ഞു പറയുന്നത് അന്നേരം സീ ഗോഡ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ സീ ഗോഡ്സ് ഒന്നും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദ ഫിഷർമെൻ ടൈഡ് ദം അപ്പ് ആൻഡ് ടുക്ക് ദം അവേ ഇൻ ദിയർ കാനോ. അപ്പൊ അവരുടെ വള്ളത്തിലേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ടിനൈ കൊബോഗനെയും റോഡാലിസിനെയും എടുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ as the fishermen sailed, ആദ്യം ഇവർക്ക് സങ്കടം തോന്നുന്നു കാണാം. അവർ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവങ്ങൾ ആരും കേൾക്കുന്നില്ല, സീ ഗോഡ്സ് ആരും കേൾക്കുന്നില്ല. അപ്പൊ അവരങ്ങനെ ഇരിക്കുമ്പം as the fishermen sailed, പക്ഷെ മുന്നോട്ട് ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഈ ഫിഷർമെൻ അല്ലെ, ഈ പറയുന്ന ഏത് വില്ലേജ് ആണ്ടാ, നമ്മുടെ നബുക്കലെവുലെ ആ ഫിഷർമെൻ അവരിങ്ങനെ മുന്നോട്ട് തുഴഞ്ഞു പോകുന്ന സമയത്ത് സ്റ്റോം റോസ്, വലിയൊരു കൊടുങ്കാറ്റ്, ഒരു ഭയങ്കര കോള് വരികയാണ് കേട്ടോ. ഭയങ്കര കാറും കോളും വരികയാണ്. threatening to capsize their canoe, അതായത് അവരുടെ കാനോനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് വലിയൊരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് വരികയാണ്. മിറാക്കുലസ്ലി ടിനൈ കൊബോഗ ആൻഡ് റോഡാലിസ് transformed into turtles in the boat's hold. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എന്ത് പറ്റാണ്ട, നമ്മുടെ ടിനൈ കൊബോഗയും റോഡാലിസും പെട്ടെന്ന് ഒരു വലിയ ടേർട്ടിൽസ് ആയിട്ട്, വലിയ രണ്ട് ആവകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്, രൂപം മാറുകയാണ്. അങ്ങനെ റിലീസ് ഇൻ ടു ദ സീ, ഫിയറിംഗ് ഫോർ ദെയർ ലൈഫ്സ് ദ ഫിഷർമെൻ ത്രൂ ദ ടേർട്ടിൽസ് ഇൻ ടു ദ സീ. അപ്പൊ ഇത് കണ്ട സമയത്ത് ഇവർക്ക് പേടിയായില്ലേ, കാരണം ഇത്രയും നേരം രണ്ട് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ ടുബൈ കൊബോഗ് അല്ലെ, ഈ പേരുന്നു ടിനൈ കൊബോഗയും റോഡാലിസും. ഓക്കെ, സോ ഈ രണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് ആയിരുന്നു ഉള്ളത്. പെട്ടെന്ന് എന്തുണ്ടായി, അവർ രണ്ട് അല്ലെ എന്തായി മാറാണ്, ടേർട്ടിൽസ് ആയി മാറാണ്. അങ്ങനെ ഈ ഫിഷർമെന്നെ പേടിയായി, അവരുടെ ജീവൻ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് പേടിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, അവർ ഈ ടേർട്ടിൽസിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. Then fishermen threw the turtles into the sea. The storm immediately calmed, allowing the first fishermen to return home. അപ്പം അങ്ങനെ ആ ഈ ടേർട്ടിൽസിനെ പിടിച്ച് വെള്ളത്തിലിട്ട സ്പോട്ട് തന്നെ എന്ത് ചെയ്യാണ്, ഈ കൊടുങ്കാറ്റ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ടേർട്ടിൽസ് മറ്റേ ആ ഐലൻഡ് അല്ലേ, എന്തായിരുന്നു ഐലൻഡ് പേര്, യെസ്, നബുക്കലെവുലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ടേർട്ടിൽസ് മേലേക്ക് വരാത്തത്? കാരണം അവര് കാരണമാണ് അല്ലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നബുക്കലെവുലെ ആൾക്കാര് കാണാൻ വന്നിരിക്കുമ്പോ ഈ ടേർട്ടിൽസ് എല്ലാം ചാൻഡിങ് ചെയ്യുന്ന സമയത്ത് മേലേക്ക് വരാത്തത് എന്നാണ് വിശ്വാസം. ഇതൊക്കെ ഓരോ കഥകളാണ്, നമുക്ക് അറിഞ്ഞൂടാ, അവരുടെ വിശ്വാസം അതാണ്. ഓക്കെ, സോ അങ്ങനെ നബുക്കലെവുല ഫിഷർമെന് ആരെ, ടിനൈ കൊബോഗനെയും റോഡാലിസിനെയും ഉപദ്രവിക്കാൻ വേണ്ടി വന്നു. ആ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്ത് ചെയ്തു, അവിടുത്തെ ഗോഡ്സ് ഇവരെന്ത് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്ത് രണ്ടുപേരെയും ഓരോ ടേർട്ടിൽസ് ആക്കി മാറ്റി. ആ ടേർട്ടിൽസ് ആക്കി മാറിയത് കണ്ടപ്പോൾ ഇവർ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, എടുത്ത് പിടിച്ച് കടലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അങ്ങനെ ടേർട്ടിലിന്റെ ലെഗസി ടിനൈ കൊബോഗ ആൻഡ് റോഡാലിസ്. ആ പേരുകളൊന്നും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ടിനൈ കൊബോഗ ആൻഡ് റോഡാലിസ്, ഒന്ന് ആലിസ് ആണ്, റോഡ് ആലിസ്. ഓക്കെ, റോഡ് ആലിസ്, ടിനൈ കൊബോഗ, ടീന എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ടീന. ഓക്കെ, ആദ്യം ആരാണ്, ടീന എ ഐ കൊബോഗ, ടിനൈ കൊബോഗ. ഓക്കെ, now as turtles, അവരിപ്പോ ടേർട്ടിൽസ് ആയി remained in the waters near നമോന. അപ്പം അവർ ആ ടേർട്ടിൽസ് ആയതിനു ശേഷം നമോനയുടെ അടുത്തുള്ള വെള്ളങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഷോറിൽ തന്നെ അവർ ബാക്കി കാലം കഴിഞ്ഞു കൂട്ടി എന്നാണ് വിശ്വാസം. their descendants are believed to be the turtles that rise during the ritual. so അവരുടെ ഡിസെൻഡൻസ്, എന്താണ് ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിൻതലമുറക്കാർ എന്നുള്ളതാണ് കേട്ടോ. അവരുടെ നമ്മുടെ ഈ ടിനൈ കൊബോഗയുടെയും റോഡാലിസിന്റെയും പിൻതലമുറക്കാരാണ് ഇപ്പോഴും ആര്, അവിടെയുള്ള ഈ നമ്മുടെ നമോന വില്ലേജ്
വില്ലേജിലുള്ള പെൺകുട്ടികൾ വന്നിട്ട് മന്ത്രോച്ചാരണം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചാൻഡിങ് നടത്തുന്ന സമയത്ത് മുകളിലേക്ക് പൊന്തി വരുന്ന ടേർട്ടിൽസ് ഇവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ സേക്രഡ് വാട്ടേഴ്സ് ആൻഡ് റിച്വൽസ് അല്ലെ, ദ വാട്ടേഴ്സ് നിയർ നമോന ആർ സേക്രഡ്. സോ സേക്രഡ് എന്ന് പറഞ്ഞാല് എടാ ഇനി നിങ്ങൾ സേക്രഡ് എന്ന് പറഞ്ഞാല് വിശുദ്ധമായത് എന്നാണ് കേട്ടോ. വിശുദ്ധമായത് എന്താണ്? വിശുദ്ധമായത്. ഓക്കെ, സോ സീക്രട്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത്, അതായത് അവിടെ അടുത്തുള്ള ആ ഒരു ജലവും അല്ലെങ്കിൽ അടുത്തുള്ള ആ ഒരു ചെറിയ കടൽ തീരം ഭയങ്കര സീക്രട്ട് ആണ്, വിശുദ്ധമായതാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആൻഡ് ടേർട്ടിൽസ് ആർ നോട്ട് ഹണ്ടഡ് ഹിയർ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആമകളെ ആരും എന്ത് ചെയ്യാറില്ല, ഉപദ്രവിക്കാറില്ല, അല്ലെങ്കിൽ വേട്ട ചെയ്യുക അല്ലെ, ആമകളെ പിടിച്ചിട്ട് തിന്നാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. The chant sung by the women of Namuana calls to Tenai Kaboga and Rhodalis, asking them to appear. So അവരുടെ ആ ഒരു മന്ത്രോച്ചാരത്തിന്റെ പൊരുള് അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടിനൈ കബോഗ ആൻഡ് റൊഡാലിസിനോട് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പറയുന്ന മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് സംവൺ ഫ്രം നബുക്കെലവു ഇസ് പ്രസന്റ് ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ്. നമ്മൾ പറഞ്ഞല്ലോ, നബുക്കെലവു എന്നുള്ള ആരെങ്കിലും അവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ടേർട്ടിൽസ് വെള്ളത്തിന് മേലേക്ക് പൊന്തി വരില്ല എന്നാ പറയുന്നത്. So the chant, ആ മന്ത്രം എന്താണ്? The song reflects the mourning and reverence of the villagers for their ancestors. എടാ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പെയിൻ, എക്സ്ട്രീം ആയിട്ടുള്ള ദുഃഖം, അതിനാണ് നമ്മൾ മോർണിംഗ് എന്ന് പറയാം. സോ ഇവരുടെ ആ ഒരു ചാൻഡിങ്ങിൽ, ഇവരുടെ മന്ത്രോച്ചാരണത്തിൽ എന്താണ്? ആ ഒരു ഭയങ്കര ദുഃഖമാണുള്ളത്, ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമാണുള്ളത്. ആൻഡ് റെവറൻസ്, റെവറൻസ് എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര ആദരവ്, ബഹുമാനം എന്നുള്ളതാണ് റെവറൻസ് എന്ന് പറഞ്ഞാൽ. റെവറൻസ് ഓഫ് ദ വില്ലേജേഴ്സ് ഫോർ ദിയർ ആൻസെസ്റ്റേഴ്സ്. അവരുടെ പൂർവികരോടുള്ള അവരുടെ ആ ഒരു ആ പൂർവികരെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖവും അതേപോലെ തന്നെ അവരോടുള്ള ആദരവുമാണ് ആ ഒരു മന്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഡു റൈസ് ടു ദ സർഫസ് റോഡാലിസ് സോ വി മേ ലുക്ക് അറ്റ് യു അല്ലെ. അപ്പൊ ആ മന്ത്രത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് അത്. ഡു റൈസ് ടു ദ സർഫസ് റോഡാലിസ്. റോഡാലിസ് നിങ്ങൾ എന്താണ് അങ്ങ് മുകളിലേക്ക് ഉയർന്നാലും സോ വി മേ ലുക്ക് അറ്റ് യു, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങ് മുകളിലേക്ക് ഉയർന്നാലും. പിന്നെ ഡു റൈസ് ടു ദ സർഫസ് ടിനൈ കബോഗ സോ വി മേ ഓൾസോ ലുക്ക് അറ്റ് യു അല്ലെ. ടിനൈ കബോഗയാ അങ്ങും മുകളിലേക്ക് ഉയർന്നാലും അല്ലെ, ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി അങ്ങും മുകളിലേക്ക് ഉയർന്നാലും എന്നുള്ള ഒരു ചാന്റിങ്, അങ്ങനെയുള്ള ഒരു മന്ത്രമാണ് അവിടെ ഉള്ളത് കേട്ടോ. Then this legend connects the people of Namuana to their environment, their history and their spiritual beliefs. So ഇവരുടെ ഈ ഒരു ലെജൻഡ് അല്ലെ, ഈ ഒരു ആ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഈ ഒരു കഥ എന്താണ്? നമുവാനയിലെ ആൾക്കാരെ, വളരെ സാധാരണക്കാരായ നമുവാനയിലെ ആൾക്കാരെ അവരുടെ പരിസ്ഥിതിയുമായി, അവരുടെ എൻവയോൺമെന്റുമായി ആൻഡ് their ഹിസ്റ്ററിയിൽ, അവരുടെ പാസ്റ്റുമായിട്ട്, കാരണം അവിടെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസമാണല്ലോ ഇവരൊക്കെയാണ് ഞങ്ങളെ ആൻസെസ്റ്റേഴ്സ്, ഞങ്ങളുടെ പൂർവികരാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് എന്നുള്ള അവരുടെ വിശ്വാസമാണ്. സോ അവരുടെ ആ വിശ്വാസവുമായിട്ടും ആൻഡ് ദിയർ സ്പിരിച്വൽ ബിലീവ്സ്, അതുപോലെ തന്നെ അവരുടെ ആത്മീയമായിട്ടുള്ള വിശ്വാസങ്ങളോടുള്ള ഒരു എന്താ പറയാ ഒരു കണക്ഷൻ ആണ് ആക്ച്വലി അവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിനൊരു കൺക്ലൂഷൻ നോക്കിയ മക്കളെ. This chapter helps us know about a legend from distant culture അല്ലെ. ഒരു വളരെ ദൂരത്തുള്ള ഒരു ദേശത്ത് നിന്നുള്ള ഒരു കൾച്ചർ നിങ്ങൾ പഠിച്ചില്ലേ? നമ്മുടെ നാട്ടിലല്ലാത്ത നമുക്ക് അറിയ പോലും ഇല്ലായിരുന്നല്ലോ ഇങ്ങനെ ആമകളെ വിളിച്ചു വരുത്തിയിട്ട്. ഇപ്പൊ നമ്മള് നാട്ടില് എന്താണ്, ഇപ്പം ഹിന്ദുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ മരണശേഷം അല്ലെ ബലിയിടുക എന്നുള്ളത് കേട്ടിട്ടില്ലേ? അപ്പൊ കാക്കേനെ വിളിച്ചു വരുത്തിയിട്ട് ആ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങൾ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ആചാരം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ? Even if we do not believe the legend, നമുക്ക് ചിലപ്പോൾ ഇത് വലിയ വിശ്വാസമൊന്നും തോന്നില്ല. That started the strange ritual that the women of Namuana perform. Their chanting does indeed have something magical. കാരണം നമുക്ക് വലിയ വിശ്വാസമൊന്നും തോന്നില്ല. പിന്നെ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആമ മേലേക്ക് വരില്ല നമുക്ക് തോന്നാം, പക്ഷേ അവിടെ എന്തോ മാജിക്കൽ ആയിട്ട് എന്തോ നടക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് റിയലി സമ്മൺസ് ദ സീ ടേർട്ടിൽസ്. കാരണം എന്തുകൊണ്ടാണ്? ശരിക്കലും ആ സീ ടേർട്ടിൽസ് മുകളിലേക്ക് പൊങ്ങി വരാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തോ ഒന്ന് അവിടെ മാജിക്കലായിട്ട്, ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഈ ഒരു ചാൻഡിങ് കേട്ടിട്ട് ചിലപ്പോൾ ആമകൾക്ക് ശീലമായി കാണും. ഓക്കെ, ഇത് കേൾക്കുന്ന സമയത്ത് മേലേക്ക് വരണം, ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം അല്ലേ, നമ്മളിങ്ങനെ സ്കൂളിൽ ഇപ്പൊ കണ്ടിട്ടില്ലേ, ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ. അപ്പം അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോൾ അങ്ങനെ എന്തോ മെക്കാനിസം ആയിരിക്കും. പക്ഷേ എന്തായാലും ആൾക്കാരുടെ വിശ്വാസമാണ്, ആൾക്കാരുടെ ആചാരങ്ങളാണ്, അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. നമ്മളുടെ ഇടയിലും ഒരുപാട് ഇങ്ങനത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു ആചാരത്തിനും വിശ്വാസത്തിനെയാണ് അവിടെ ആ ഒരു ലെസണിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കേടാ, നമുക്ക് നമ്മുടെ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണാവു എന്ന് പറഞ്ഞ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. ഓക്കേടാ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവുകളൊക്കെ വരുന്നുണ്ട്, ആ ലൈവുകളിലൊക്കെ നല്ല അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. നമുക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തായാലും മിസ്സിന്റെ അടുത്ത് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.